ഇപ്പോൾ പടം ഇപ്പോൾ കണ്ടിറങ്ങിയിട്ടുള്ളൂ. പടം നല്ല പടമാണ്. 500 കോടി കളക്ഷൻ മുകളിൽ കയറും എന്തായാലും. ദൃശ്യം 3 അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ദൃശ്യം 2 നമുക്ക് തിയേറ്ററിൽ കാണാൻ പറ്റില്ല, OTT ഇറങ്ങിയതുകൊണ്ട് തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല. ദൃശ്യം 3 അപ്പോൾ അതിനിപ്പോൾ പകരമായിട്ട് ദൃശ്യം 3 നമ്മൾ തിയേറ്ററിൽ കണ്ട് ആസ്വദിച്ചു. ഇത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയാണ്. ഇത് പുറത്ത് ഇപ്പോൾ OTT വരാൻ വേണ്ടി കാത്തിരിക്കരുത്, തിയേറ്ററിൽ തന്നെ കാണുന്ന ഈ സിനിമ. എങ്ങനെയുണ്ട് മൊത്തത്തിൽ ലാലേട്ടൻ്റെ പ്രകടനം? ജന്മദിനത്തിൽ തന്നെയാണോ ദൃശ്യം 3 റിലീസായത്? അപ്പോൾ ആരാധകർക്ക് ഒരു ട്രീറ്റ് തന്നെയാണോ അതോ ഒരു ഫാമിലി ഡ്രാമ പോലെ തന്നെയാണോ? ഒരു രണ്ടും കണക്ക് തന്നെയാണ്. ആരാധകർക്ക് ഒരു ഫാമിലി ട്രീറ്റും ഒരു ഫാമിലി മൂവിയല്ലോ ഇത്. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ ലാലേട്ടൻ്റെ എല്ലാ സിനിമകളും ആരാധകർക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. ലാലേട്ടനെ തന്നെ ആരാധകർക്ക് ഭയങ്കര ഇതാണല്ലോ. പിന്നെ പറയേണ്ട കാര്യമില്ല, എല്ലാമാണ്. ഇപ്പോൾ പെരുന്നാളായാലും സിനിമ ഫാമിലി മൂവി ആയാലും എല്ലാം കണക്ക് തന്നെ. ദൃശ്യം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ടിസ്റ്റും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചാണ് വരുന്നത്. അപ്പോൾ സ്പോയിലർ ഇല്ലാണ്ട് ടിസ്റ്റും കാര്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് കിട്ടുന്ന ഒരു സിനിമ തന്നെയാണ്. അത് ടെസ്റ്റ് പറയാൻ പാടില്ല. ടെസ്റ്റ് ഇൻ്റർവെല്ലിന് മുമ്പ് ഒരു സാധനമുണ്ട്, അതൊന്നും പറയാൻ പാടില്ല, ഒന്നും പറയാൻ പാടില്ല. ഇതല്ല, അത് തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സാധനം തന്നെയാണ്. അപ്പോൾ അത് പറയാൻ പാടില്ല. മൊത്തം സസ്പെൻസ് ത്രില്ലർ തന്നെയാണ്. മൊത്തം ത്രില്ലറാണ്. ദൃശ്യം 2-നേക്കാട്ടി അടിപൊളി 3 ആണ്. എങ്ങനെയുണ്ടായിരുന്നു ഓഡിയൻസിന്റെ ഒക്കെ ഒരു റിയാക്ഷൻ? എങ്ങനെ ഉണ്ടായിരുന്നു? ഓഡിയൻസിനൊക്കെ ഭയങ്കര സൗണ്ടൊക്കെ കേട്ടോ. ഭയങ്കര സൗണ്ടാണ്. നമുക്ക് ഓഡിയൻസിൻ്റെ സൗണ്ട് കാരണം എൻ്റെ സിനിമയുടെ ലാലേട്ടൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടായില്ല, അത്രക്കും വലിയ സൗണ്ടായിരുന്നു. ഇപ്പോൾ മറ്റുള്ള സിനിമകളെക്കാട്ടിയും കൂടുതൽ ഈ സിനിമക്ക് എന്താണ് ഓഡിയൻസ് അത്ര ഇത് കൊടുക്കുന്നുണ്ട്. ദൃശ്യം 3 ആൾക്കാർ എത്ര വെയിറ്റിംഗ് ആയിരുന്നല്ലോ, അതുകൊണ്ട്. അപ്പോൾ ദൃശ്യം 3 ഇത്രയും ഒരു ആദ്യ ദിനം തന്നെ നല്ല പോസിറ്റീവ് റെസ്പോൺസാണ് കിട്ടുന്നത്. അതെ. അപ്പോൾ വാഴേനെ ലാലേട്ടൻ വേറെ അങ്ങ് വെട്ടുമോ? അതെനിക്ക് പറയാൻ പറ്റില്ല, അത് വെട്ടണം. അടുത്ത ഇൻഡസ്ട്രി ലോഡിംഗ് ആണോ? അതെ അതെ, അടുത്ത എമ്പുരാനെക്കാട്ടിയൊക്കെ മുകളിൽ പോകും. ലോക വാഴയൊക്കെ മുകളിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്നു. പോട്ടെ എന്തായാലും. ബ്രോ ഒരു മോഹൻലാൽ ഫാനാണോ അതോ? അങ്ങനെയൊന്നുമില്ല ബ്രോ, നമ്മൾ എല്ലാവരെയും സ്നേഹിക്കണം, ലെജൻസിനെ എല്ലാവരും സ്നേഹിക്കുന്ന ഒരാളാണ്. ആരാധകനായതുകൊണ്ട് ഇത് ജെന്യുവൻ റിവ്യൂ ആണോ എന്ന് ചിലപ്പോൾ ആൾക്കാർ ചോദിക്കും. അതോ മോഹൻലാൽ ഫാനായിട്ട് പറയുന്നത്? ഞാനൊരു മോഹൻലാൽ ഫാനല്ല, ഒരു ഇതുമല്ല. കാരണം ഞാൻ എന്താണ് എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരാളാണ്, എല്ലാവരും ഫാനാണ്. എല്ലാവരുടെയും ഫാനാണ്, ഇന്ന താരത്തിൻ്റെ ഫാനല്ല. ഇന്ന താരത്തിൻ്റെ ഫാനല്ല, അങ്ങനെ നമ്മൾ ഇതാക്കാറുള്ളൂ. നമ്മളെല്ലാവരും ഇഷ്ടപ്പെടണമല്ലോ. നമ്മളൊരു മലയാളം ഒരു എന്താണ് മലയാള സിനിമയിൽ ബ്രോക്ക് ഇഷ്ടമുള്ള ഒരാളെ പറയാൻ പറഞ്ഞാൽ ആരെ പറയും? ഞാനിപ്പോൾ മലയാള സിനിമയിൽ എടുത്ത് നോക്കി പറയാൻ പറഞ്ഞാൽ ഞാൻ ദിലീപിനെ പറയുള്ളൂ. പക്ഷെ നമ്മളെല്ലാവരും സിനിമ കാണണല്ലേ. അപ്പോൾ ദൃശ്യം 3 വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ തന്നെ ആവട്ടെ. ബ്ലോക്ക് ബസ്റ്റർ ആവും. സിനിമ കണ്ടിറങ്ങിയവരാരും ടിസ്റ്റും സ്പോയിലറൊന്നും പരത്താതിരിക്കട്ടെ, കാണാൻ പോകുന്നവരുടെ ആസ്വാദനം ആരും നശിപ്പിക്കാതിരിക്കട്ടെ അല്ലേ? അതെ അതെ. ഓക്കെ, താങ്ക് യു.